പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവമായ കർത്താവിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നന്മകളും നമുക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തി നമ്മളെ നടത്താൻ കർത്താവ് ശക്തനാണ്. വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിലായിരിക്കാം. അല്പസമയത്ത് ചിന്തയ്ക്ക് വേണ്ടി എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 19 വാക്യം ഒന്ന് വായിക്കാം. ദൈവത്തിൻ്റെ എല്ലാ നിറവും നിറഞ്ഞു വരണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന പൗലോസിൻ്റെ പ്രാർത്ഥന, അദ്ദേഹത്തിൻ്റെ പല പ്രാർത്ഥനകളും ദൈവവചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയാൻ പ്രാപ്തരാകണം ദൈവത്തിൻ്റെ എല്ലാ നിറവിനാലും. ആ വാക്കാണ് ഞാൻ നിങ്ങളോടായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ എല്ലാ നിറവിനാലും നമ്മൾ എന്ത് ചെയ്യണം? നിറഞ്ഞു വരണം. ചില സന്ദർഭങ്ങളിൽ ദൈവം തൻ്റെ ജനത്തെ ശൂന്യമാക്കിയിട്ടുണ്ട്. തൻ്റെ ജനത്തെ അവരുടെ പാപനിമിത്തം അവർക്ക് ഉള്ള നന്മകൾ, സാമ്പത്തിക അനുഗ്രഹങ്ങൾ, അവരുടെ കുടുംബം, ജീവിതത്തിൻ്റെ പല മേഖലകളും ശൂന്യതകൾ വരാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ മറു സൈഡിൽ പലപ്പോഴും ദൈവജനത്തോടുള്ള ബന്ധത്തിലോ നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലോ ശൂന്യമാക്കുന്ന ഒരു പൈശാചിക ശക്തിയുടെ സ്വാധീനമുണ്ട്. നമ്മുടെ ആരോഗ്യമാകട്ടെ, നമ്മുടെ ബന്ധങ്ങളാകട്ടെ, നമ്മുടെ കഴിവുകളാകട്ടെ. ചിലരുണ്ടല്ലേ, പഠിക്കാൻ ഭയങ്കര കഴിവുള്ളവനാണ്, പക്ഷേ അവസാനം ഒന്നിനും കൊള്ളാത്ത ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. വലിയ പ്രതീക്ഷയോടെ കുടുംബജീവിതം തുടങ്ങി, പക്ഷേ പിശാച തകർത്ത് ശൂന്യമാക്കിയ കുടുംബജീവിതം. വളരെ പ്രതീക്ഷയോടെ സാമ്പത്തികമായി പല കാര്യങ്ങളും ചെയ്യാൻ നമ്മൾ സ്വരൂപിച്ച സമ്പത്ത് പലപ്പോഴും ശൂന്യമായ അവസ്ഥ. ആത്മീക ജീവിതത്തിൽ ഇതുപോലെ പല ശൂന്യതകൾ പിശാച് പലപ്പോഴും കൊണ്ടുവരാറുണ്ട്. നന്നായി പ്രാർത്ഥിച്ചിരുന്നവർ, നന്നായി ആരാധിച്ചിരുന്നവർ, നിഷ്കളങ്കമായി ദൈവത്തെ സ്നേഹിച്ചവർ, ദൈവവേലയ്ക്ക് വേണ്ടി നൽകിയവർ, ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടവർ, ഇന്ന് ആ മൊത്തത്തിലൊന്ന് നോക്കിയാൽ 0 ആയിരിക്കും. അവർ ചെയ്യുന്നതോ പ്രവർത്തിക്കുന്നതോ നിൽക്കുന്നതോ കർത്താവിന് വേണ്ടി ദൈവത്തിൻ്റെ നാമത്തോടുള്ള ബന്ധത്തിൽ അവർക്കുള്ളതൊക്കെ. അപ്പം ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഒരു ശൂന്യത വരുത്തുക എന്നുള്ളത് പിശാചിൻ്റെ വലിയ പദ്ധതിയാണ്. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? ദൈവത്തിൻ്റെ തൻ്റെ ജനത്തെ ദൈവത്തിൻ്റെ എല്ലാ നിറവിനാലും നിറയ്ക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. പാഴായിത്തീർന്ന ഒന്നിനെ ഒഴിവാക്കുകയല്ല ദൈവം ചെയ്തിട്ടുള്ളത്. ദൈവം അതിനെ ഒരു പുനഃസൃഷ്ടി നടത്തി, ഒരു റീകൺസ്ട്രക്ഷൻ നടത്തി ദൈവം മറ്റൊന്നാക്കി, പ്രയോജനമുള്ളതൊന്നാക്കി മാറ്റാറുണ്ട്. സ്തോത്രം. യിരെമ്യാ പ്രവചനത്തിൽ നമുക്കറിയാം, സ്തോത്രം, കുശവൻ്റെ വീട്ടിലേക്ക് യിരെമ്യാവ് ചെല്ലുമ്പോൾ ചക്രത്തിൻ്റെ മേൽ വേല ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു പാത്രമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ പാത്രം കുശവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. പക്ഷേ അവനത് എറിഞ്ഞു കളയുന്നില്ല. കാരണം ആ മണ്ണ് ഈ ചക്രത്തിൽ എത്താൻ വേണ്ടി അവൻ കൊടുത്ത വില വലുതാണ്. വളരെ അധ്വാനമുണ്ട്, ഉറക്കെളുപ്പുണ്ട്, യാത്രയുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. ഒരു പാത്രമാകത്തക്കതുപോലെ ആ മണ്ണിനെ പരുവപ്പെടുത്തി എടുക്കാൻ ആ കുശവൻ ഒത്തിരി കഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് അവൻ്റെ കയ്യിൽ അവൻ വിചാരിക്കുന്നത് പോലെ ഒരു രൂപം അതിന് വന്നില്ല. എന്നാൽ പോകട്ടെന്ന് പറഞ്ഞ് അതിനെ എറിഞ്ഞു കളഞ്ഞില്ല, അതിനെ മറ്റൊരു പാത്രമാക്കി അതിനെ മാറ്റി എന്ന് വചനം പറയുന്നു. കർത്താവ് തുടർന്ന് യിരെമ്യാവിനോട് പറയുന്നു, കുശവൻ്റെ കയ്യിൽ കളിമണ്ണിരുന്നത് പോലെ ഇസ്രായേൽ ജനം എൻ്റെ കയ്യിലിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളതുപോലെ അവരെ ഒരുക്കിയെടുക്കുവാൻ എനിക്ക് കഴിയും, ഒരു പാത്രമാക്കി മാറ്റുവാൻ എനിക്ക് കഴിയും. ഇസ്രായേലിൻ്റെ ചരിത്രം അങ്ങനെ തന്നെയാണ് നമ്മോട് പറയുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ട, ഇനി ശൂന്യമാക്കപ്പെട്ട, സ്വന്തം രാജ്യം നഷ്ടപ്പെട്ട ആ വ്യക്തികൾക്കല്ലെങ്കിൽ ആ സമൂഹത്തിന് സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങി വന്ന് ഇന്ന് ലോകത്തെ മുഴുവനും അത് വിറപ്പിക്കുന്ന ഒരു ശക്തിയായി മാറത്തക്കതുപോലെ, സ്തോത്രം, ശൂന്യമായതിൽ നിന്ന് നിറച്ച ഒരു ദൈവത്തെക്കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിൻ്റെ സകല നിറവിനാലും ദൈവത്തിൻ്റെ സഭ നിറയപ്പെടണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. എല്ലാ അതിൻ്റെ ഭാഗങ്ങളും എനിക്ക് ചിന്തിക്കാൻ ഇന്ന് പകൽ ഞാൻ സമയമെടുക്കുന്നില്ല, സമയത്തിൻ്റെ പരിമിതികൾ നമുക്കുണ്ട്.
യേശുവിനെ നമ്മൾ നോക്കുമ്പോൾ ദൈവം തന്നെ മനുഷ്യരൂപത്തിൽ ദേഹരൂപമായി വസിക്കുന്നതാണ് കർത്താവായ യേശു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം ദയവായി വായിക്കാം. കൊലോസ്യ ലേഖനം 2-ന്റെ 9-ാം വാക്യം. യേശുക്രിസ്തുവിലാണ് ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവാണ്. നമ്മൾ ദൈവത്തെ കാണണമെങ്കിൽ, ദൈവത്തിൻ്റെ സ്നേഹം അറിയണമെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടം അറിയണമെങ്കിൽ, ദൈവത്തിൻ്റെ വചനം അറിയണമെങ്കിൽ, ദൈവസാന്നിധ്യം അറിയണമെങ്കിൽ യേശുവിലേക്ക് നോക്കിയാൽ മതി. സ്തോത്രം. യേശുവിൽ ദേഹരൂപമായി ദൈവം വസിക്കുന്നതാണ് യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്. ആ കർത്താവിൻ്റെ സകല അനുഗ്രഹങ്ങളാലും നാം നിറയപ്പെടണം എന്നുള്ളതാണ് ദൈവിക ഉദ്ദേശം. ഞാൻ ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ അനുഗ്രഹം ഭൗതിക നന്മകളിൽ ഒതുങ്ങുന്നതല്ല. അതല്ല ദൈവം അർത്ഥമാക്കുന്ന അനുഗ്രഹങ്ങൾ. എന്നാൽ ആവശ്യങ്ങൾ ദൈവം വേണ്ട എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ടുള്ളവരുടെ ഭൗതിക ആവശ്യങ്ങളും ദൈവം നിറവേറ്റിയിട്ടുണ്ട്. രോഗികളെ കർത്താവ് സൗഖ്യ ഭൗതിക കാര്യമാണ്. ടാക്സ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതിരുന്ന പത്രോസിനെ വിളിച്ച് പറഞ്ഞു, എനിക്ക് നിനക്കും പോയി ടാക്സ് അടയ്ക്ക്, ദിദ്രഹ്മപ്പണം, ചതുരഹ്മപ്പണം, പിന്നെ മീൻ ആദ്യം പോയി ചൂണ്ടയിടുക, ആദ്യം കിട്ടുന്ന മീനിൻ്റെ വായിലൊരു ചതുരഹ്മപ്പണമുണ്ട്, നീ അതെന്ത് ചെയ്യുക, എനിക്കും നിനക്കും ടാക്സ് അടയ്ക്കുക. പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് സുഖമില്ലാതെ കിടന്നപ്പോൾ ആദ്യം പത്രോസിനെ യേശു കണ്ടുമുട്ടുന്നത് ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടൊന്നും കിട്ടാതിരുന്ന പത്രോസിൻ്റെ പടകിനെ കർത്താവ് നിറച്ചു. അങ്ങനെ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ തൻ്റെ അടുക്കൽ വന്നിട്ടുള്ള ജനത്തിൻ്റെ ഭൗതിക, ശാരീരിക, മാനസിക ആവശ്യങ്ങളെ കർത്താവ് നിറവേറ്റിയിട്ടുണ്ട്. ദൈവം അതിനെതിരല്ല. പക്ഷേ അതായിരുന്നില്ല യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷ്യം എന്നുള്ളത്. നമ്മളെ ആത്മീക തലങ്ങളിൽ നമ്മളെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് ദൈവം തൻ്റെ സഭയെ, സ്തോത്രം, തൻ്റെ സകല നിറവിനാലും നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എഫെസ് ലേഖനം 1-23 വാക്യം കൂടെ വായിക്കാം. എഫെസ് ലേഖനം 1:23. നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കർത്താവ് കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി, ദൈവസഭ എപ്പോഴും ശൂന്യമായിരിക്കാനല്ല, അതൊരു നിറവായിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആദിമസഭ സമ്പത്തിൽ പരിപൂർണരായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ പല സഭകൾക്കും വേണ്ടി അവർ കളക്ഷനൊക്കെ എടുത്ത് അയച്ചേണ്ടി വന്നത്. പല സഭകളിലും ശുശ്രൂഷയിലായിരിക്കുമ്പോഴും പൗലോസ് വളരെ ഞെരുങ്ങി കൂടാരപ്പണിയൊക്കെ ചെയ്തും കർത്താവിൻ്റെ വേല ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്നത്. സ്തോത്രം. അതുകൊണ്ട് സമ്പത്തിൻ്റെ സമൃദ്ധിയോ പരിപൂർണതയോ അല്ല ആദിമസഭയിലുണ്ടായിരുന്നത്. ആദിമസഭ ആത്മപൂർണതയിൽ നിന്നിരുന്ന സഭയായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിച്ച സഭയായിരുന്നു. ആ സഭയിൽ ധാരാളം ദൈവകൃപ അവർ അനുഭവിച്ച സഭയായിരുന്നു. ദൈവത്തിൻ്റെ ആ നിറവിൽ നിന്ന് നമ്മളും ഇതൊക്കെ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു വാക്യം വായിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 1:16. വേഗം. അവൻ്റെ കർത്താവിൻ്റെ നിറവിൽ നിന്ന്, കർത്താവ് പരിപൂർണനാണ്, ശക്തിയിൽ പൂർണ്ണനാണ്, വിശുദ്ധിയിൽ പൂർണ്ണനാണ്, ജ്ഞാനത്തിൽ പൂർണ്ണനാണ്, അധികാരത്തിൽ പൂർണ്ണനാണ്, ബലത്തിൽ പൂർണ്ണനാണ്. കർത്താവ് സകലത്തിലും സമ്പൂർണനാണ്. ആ സമ്പൂർണനായ യേശുവിൽ നിന്ന് തൻ്റെ ജനം ഒരു നിറവ് പ്രാപിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവിടുത്തെ ദിവ്യ സ്വഭാവവും അവിടുത്തെ ശക്തിയിലും അധികാരത്തിലും ബലത്തിലും ദൈവത്തിൻ്റെ സഭയെ നിറയ്ക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ ഓരോ വ്യക്തികളെയും ഓരോ പൈതലിനെയും നിറയ്ക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്.
അതിൻ്റെ കാരണം ലോകവും പിശാചും ദൈവജനത്തിനെതിരെ, അവരുടെ നന്മകൾക്കെതിരെ, അവരുടെ തലമുറകൾക്കെതിരെ, അവരുടെ വാഗ്ദത്തങ്ങൾക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ ഒരു ദൈവ പൈതൽ അതിനെ ജയിക്കുന്നത് സമ്പത്തിൻ്റെ പരിപൂർണത കൊണ്ടല്ല, ഈ ലോകത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ബലം കൊണ്ടല്ല, ഈ ഭൂമിയിലെ മറ്റെന്തെങ്കിലും സ്വാധീനം കൊണ്ടല്ല, ഉയരത്തിൽ നിന്ന് പ്രാപിച്ച ശക്തിയുടെ നിറവിൽ മാത്രമേ പിശാചിനെ ജയിക്കാൻ ദൈവത്തിൻ്റെ സഭയ്ക്ക് കഴിയത്തുള്ളൂ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, അവൻ്റെ നിറവിൽ നിന്ന്, ആ നിറവ് ദോഹ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയും ആ നിറവിൻ്റെ മണ്ഡലത്തിലേക്ക് മാറാൻ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ജീവിതത്തിൻ്റെ സകല മേഖലകളിലും ആത്മാവിൻ്റെ നിറവ്, അതിൻ്റെ കവിഞ്ഞൊഴുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. എന്നെ ഹല്ലേലൂയ ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് കർത്താവ് പറയുമ്പോൾ, തന്നിൽ വിശ്വസിക്കാനിരിക്കുന്ന തൻ്റെ ജനം പ്രാപിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അളവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വളരെ കൃത്യമായി താഴെ പറയുവാൻ അവിടെ കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? ശക്തിയിലും അധികാരത്തിലും ബലത്തിലും നിറവായിരിക്കുന്ന കർത്താവിൻ്റെ സഭ, ഹല്ലേലൂയ, യേശുവിൽ നിന്ന് ആ കർത്താവിൻ്റെ സഭ ആ നിറവ് പ്രാപിക്കാനിടയാകണം. കവിഞ്ഞൊഴുകുന്ന, നിറഞ്ഞൊഴുകുന്ന ഒരളവിലേക്ക് നമ്മുടെ ആത്മീക തലം മാറ്റപ്പെടണം. ഇവിടെ നമ്മൾ വായിച്ചത്, അവൻ്റെ കർത്താവിൻ്റെ നിറവിൽ നിന്ന് കൃപമേൽ നാം കൃപ പ്രാപിച്ചിരിക്കുന്നു. ഈ കൃപമേൽ കൃപ പ്രാപിക്കുക എന്നുള്ളതിൻ്റെ ശരിക്കുമുള്ള മൂലപദത്തിൻ്റെ അർത്ഥം കിടക്കുന്നത് തുടർച്ചയായി ഒന്നിന് പുറകെ ഒന്നായി തീരത്തേക്കണയുന്ന, തീരത്തേക്ക് വരുന്ന തിരമാലകളെ സൂചിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ, നമ്മൾ കടപ്പുറത്ത് വന്ന് ചെന്ന് നീന്നാൽ നമുക്കറിയാം, ഇന്ന് രാവിലെ ഒരു 7 മണി മുതൽ 9 മണി വരെ തിരമാലയുണ്ടാവും. പിന്നെ വൈകിട്ട് 7 മണി മുതലുള്ള തിരമാല കാണത്തുള്ളൂ എന്നല്ല, തിരമാല എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒന്ന് പോയി അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ അടുത്ത തിരമാല വരികയാണ്. അപ്പോൾ ഇങ്ങനെ കടൽപ്പുറത്ത് ഈ തിരമാല ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഈ വാക്ക് ഇതിനെ സൂചിപ്പിക്കുന്നതാണ്. ഈ വാക്ക് അതിൽ നിന്നാണ് ദൈവത്തിൻ്റെ അഥവാ കർത്താവിൻ്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ, ആ വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽ ദൈവത്തിൻ്റെ കൃപ രക്ഷിക്കപ്പെടാൻ നേരം ഒന്ന് വന്നു, പിന്നില്ലെന്നല്ല എൻ്റെ അർത്ഥം. ഓരോ ദിവസവും ഓരോ നിമിഷവും ഈ കൃപ ഒരു തിരമാല കരയിലേക്ക് അണയുന്നത് പോലെ ദൈവത്തിൽ നിന്ന് നമ്മുടെ മേൽ ആ കൃപ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും ആ കൃപ എൻ്റെ മേൽ ഒഴുകിയത് കൊണ്ടാണ് ഇന്ന് പകലും ദൈവസന്നിധിയിൽ ഞാൻ ആയിരിക്കുന്നതെന്ന്? ജീവിതത്തിൽ എത്രയെല്ലാം നഷ്ടങ്ങൾ, വേദനകൾ, ജീവിതത്തിൽ എന്തെല്ലാം വ്യസനങ്ങൾ, പ്രതീക്ഷിക്കാത്ത നഷ്ടങ്ങൾ, എന്തെല്ലാം കഷ്ടങ്ങളിലൂടെ ഒരു ദൈവപൈതൽ കടന്നുപോയപ്പോഴും ആ നിറവിൽ നിന്ന് നമ്മുടെ മേൽ ഒഴുകിയിറങ്ങിയ ആ ദൈവകൃപയുടെ നിറവാണ് ദൈവമക്കളെ ഇന്നും ദൈവത്തിൻ്റെ കൃപയിലും ശക്തിയിലും നമ്മെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സഭയുടെ മേൽ ദൈവം ഈ കൃപ ധാരാളം പകർന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇതെപ്പോഴെങ്കിലും നിന്നു പോകുന്ന എപ്പോഴാണെന്നറിയാമോ? ദൈവജനം പറയുന്നു, ആർക്കാ കൃപ കൊടുക്കുന്നേ? താഴ്മയുള്ളവർക്ക് ധാരാളം കൃപ കൊടുക്കും. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതാ, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. സ്തോത്രം. കർത്താവേ, ഞാൻ പുഴുവ, കൃമിയ, പിന്നെന്തുവാ? സ്തോത്രം, പൊടി. സ്തോത്രം. ഞാനൊന്നുമല്ലെന്നൊക്കെ പറയുന്ന നമ്മൾ എത്ര വാക്ക് പറഞ്ഞാലും വാക്കുകളിലെങ്ങും ദൈവം വീഴത്തില്ല. ഉള്ളതുള്ളതുപോലെ അറിയുന്നവൻ, ആ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ് നമ്മുടെ നടുവിൽ. അങ്ങനെയാണല്ലോ പറയുന്നത്, 7 നിലവിളക്കുടെ നടുവിലൂടെ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നടുവിലൂടെയൊക്കെ ഇങ്ങനെ ദൈവം നടക്കുകയാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. സ്തോത്രം. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണിന് ഈ ഹൃദയത്തിനകത്ത് ചിന്തിച്ച ചിന്ത മറഞ്ഞിരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് വന്നിട്ട് നമ്മൾ എന്തെല്ലാം ചിന്തിച്ചു. പ്രൈസ് ലോർഡ്. നാട്ടിൽ പോയവർ കാണും. പ്രൈസ് ലോർഡ്. പണ്ട് സ്കൂളിൽ പഠിച്ച സമയത്തുള്ള കാര്യം ചിന്തിച്ചവരും കാണും. ഇപ്പം ഒരു കാര്യവുമില്ല. സ്തോത്രം. അമ്മായിയമ്മ മരിച്ചിട്ട് വർഷങ്ങളായി, അതും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ കാണും. സ്തോത്രം. അങ്ങനെ എന്തെല്ലാം ചിന്തകൾ കാണും. ഇവിടെ അവസാന അനൗൺസ്മെൻ്റൊക്കെ നടത്തും, പറയും മീറ്റിംഗ് ഉണ്ടോ എന്ന്. സ്തോത്രം. ആദ്യമായിട്ട് കേൾക്കുന്നോണോ? സ്തോത്രം. കാരണം എന്താ? നമ്മളിവിടെ ഒന്നും അല്ലെന്നാണ് എൻ്റെ അർത്ഥം. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ചിന്തകളെ അറിയുന്ന ഒരു ദൈവം, നമ്മളെ നന്നായി അറിയുന്ന ഒരു കർത്താവ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറഞ്ഞിട്ട് നമുക്ക് ദൈവത്തെ സോപ്പിടാനൊക്കത്തില്ല. അതാണ് ദൈവം നമ്മളെ
നന്നായി അറിയുന്നു. കർത്താവ് നമ്മളെ അറിയുന്നു. സ്തോത്രം. നമ്മുടെ പ്രകൃതി അറിയുന്നു, നമ്മളെ അറിയുന്നു, നമ്മുടെ ചിന്തകൾ അറിയുന്നു, നിരൂപണങ്ങൾ അറിയുന്നു കർത്താവ്. ആ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ ഈ വാക്കുകളല്ല, ഞാനിന്ന് അനുഭവിക്കുന്ന സകല നന്മകളും അല്ല, പ്രശ്നങ്ങളാ. നന്മയൊന്നും പറയാനില്ല കർത്താവേ, ഒത്തിരി പ്രശ്നങ്ങളാ. ആ പ്രശ്നങ്ങളുടെ നടുവിൽ നിനക്ക് നിൽക്കാൻ കഴിഞ്ഞത്, നിൻ്റെ വിശ്വാസം പോകാതിരിക്കുന്നത് നിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ കൃപയൊന്ന് മാത്രമാണ്. ആഗ്രഹിച്ചതെല്ലാം കിട്ടിയത് കൊണ്ടല്ല, വിചാരിച്ചതുപോലെല്ലാം നടന്നതല്ല. എത്രയോ പ്രതീക്ഷയോടെ കുടുംബജീവിതം തുടങ്ങിയവർ, എത്രയോ പ്രതീക്ഷയോടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയച്ചവർ, എത്രയോ പ്രതീക്ഷയോടെ ജീവിതത്തിൽ ആത്മീയ ജീവിതം തുടർന്നവർ, ജീവിതത്തിൻ്റെ എന്തെല്ലാം നല്ല പ്രതീക്ഷയോടെ പലതും ആരംഭം കുറിച്ചവർ, പ്രതീക്ഷിക്കാത്ത പല സാഹചര്യങ്ങളും ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും ഇന്നും വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിൻ്റെ കാരണം നിൻ്റെ മേൽ തിരമാല ഒഴുകി വരുന്നത് പോലെ ദൈവത്തിൻ്റെ കൃപയുടെ മേൽ കൃപ നിൻ്റെ മേൽ വ്യാപരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെത്താൻ ഒരാൾ ദൈവകൃപയിൽ നിൽക്കുന്നതിൽ കൂടുതൽ താഴ്മ ധരിക്കണം. ദൈവമേ, ഇത്ര നിൽക്കാൻ വേണ്ടി, ദൈവസന്നിധി കരയാൻ തക്കവണ്ണം, ദൈവസന്നിധി ഹൃദയം തകരാൻ തക്കവണ്ണം, ദൈവസന്നിധിയിൽ ഈ നന്മ അനുഭവിക്കാൻ തക്കവണ്ണം, എൻ്റെ അപ്പാ, എൻ്റെ പിതാവേ എന്ന് വിളിച്ച് എനിക്ക് പ്രാഗൽഭ്യമുള്ള ഒരു മനസ്സോട് പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയുന്നത്, സ്തോത്രം, നിൻ്റെ കൃപയല്ലാതെ മറ്റെന്താ കർത്താവേ? സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ നിറവിൽ നിന്ന് നാം കൃപമേൽ കൃപ പ്രാപിക്കുന്നവരാകണം. ഇത് ദൈവത്തിൻ്റെ സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ഒരു കാര്യം കൂടെ മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. സ്തോത്രം. ഈ ആത്മീയ അനുഗ്രഹങ്ങൾ കൊലോസ് ലേഖനം 1 ജസ്റ്റ് വാക്യം മാത്രം വായിച്ചു വിടാം. കൊലോസ് ലേഖനം 1 9-10 വാക്യങ്ങൾ വേഗം ഒന്ന് വായിച്ചു. ആത്മീയ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതിനിൽ നിറഞ്ഞു വരണം. സ്തോത്രം. ആത്മീകമായ സകല ജ്ഞാനത്തിലും, സ്തോത്രം, വിവേകത്തിലും നിറഞ്ഞു വരണം. ആത്മീയ കാഴ്ചപ്പാടിൽ നിറഞ്ഞു വരണം. ആത്മീയ കാഴ്ചപ്പാട് ശരിക്കില്ലെങ്കിൽ പ്രശ്നമാണ്, അല്ലേ? കർത്താവ് കുരുടനെ തൊട്ടു, തൊട്ടു, പിന്നെ അവൻ നോക്കിയത് എന്താ? മനുഷ്യരെ മരങ്ങളായിട്ട് കാണുന്നു. അത് വലിയ പ്രശ്നമാണ്. സ്തോത്രം. നേരത്തെ കണ്ണുപൊട്ടനായിരുന്നു, ഒട്ടും കാണാൻ വയ്യായിരുന്നെങ്കിൽ അവൻ കണ്ണ് കാണാൻ വയ്യാത്തവനാണ്, അതുകൊണ്ടാണ് എന്നെ വന്ന് ഇടിച്ചത് അല്ലെങ്കിൽ തട്ടിയത് എന്നൊക്കെ വിചാരിച്ച മനുഷ്യൻ ക്ഷമിച്ചു കളയും. പക്ഷേ എനിക്ക് കാണാം, ഇനി കണ്ടുകൂടാന്നവൻ പറയത്തില്ല. എനിക്ക് നന്നായിട്ട് കാണാം, പക്ഷേ നിന്നെ മുരിങ്ങയായിട്ടാണ് ഞാൻ കാണുന്നത്, നിന്നെ പെരുമരമായിട്ടാണ് കാണുന്നത്, നിന്നെ തേക്കായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞ് ആരെങ്കിലും അവനെ വെറുതെ വിടുവോ? സ്തോത്രം. അപ്പോൾ കാഴ്ചയുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്, എന്നാൽ കാഴ്ചയുടെ പൂർണ്ണതയില്ല. ഇത് ആത്മീയ ജീവിതത്തിൽ വികലതയാണ്. ജീവിതത്തിൻ്റെ പല പരാജയങ്ങളിലേക്ക് നമ്മളെ നയിക്കും, അപകടകരമായ കാര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ആത്മീയമായ കാഴ്ചപ്പാടിലും ആത്മീയമായ അനുഗ്രഹങ്ങളും നമ്മൾ നിറഞ്ഞു വരാൻ വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. മറ്റൊന്ന് കാലസമ്പൂർണത. നമ്മൾ കാലസമ്പൂർണത എന്ന വാക്ക്, സ്തോത്രം, ഫുൾനെസ് ഓഫ് ദ ടൈം. ആ കാലസമ്പൂർണത എന്നുള്ള വാക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ ഗലാത്യ ലേഖനം 4:4 കാണുന്നത്. ഇത് കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ സമയവുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. കാലസമ്പൂർണതയിലാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നതെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഘടികാരത്തിൽ, ദൈവത്തിൻ്റെ ക്ലോക്കിൽ, ദൈവത്തിൻ്റെ വാച്ചിൽ കറക്റ്റ് സമയമായപ്പം കർത്താവ് ഭൂമിയിലേക്ക് വന്നു. സ്തോത്രം. അത് വേദപണ്ഡിതന്മാർ പല രീതിയിൽ പറയുന്നുണ്ട്. സ്തോത്രം. ലോകം ശാസ്ത്രീയമായിട്ടൊന്നൊരുങ്ങിയിരുന്നു, ഭാഷാപരമായിട്ട് ഒരുങ്ങിയിരുന്നു. ഇന്ന് ഇംഗ്ലീഷിൻ്റെ ഗ്ലോബൽ ലാംഗ്വേജ് ഇംഗ്ലീഷാണെന്ന് പറയുന്ന പോലെ അന്ന് ഗ്രീക്കായിരുന്നു. മറ്റൊന്ന് യഹൂദന്മാരെ അടക്കി ഭരിക്കുന്ന റോമൻ ആധിപത്യത്തിൻ്റെ കീഴിൽ ആയിരിക്കുന്ന സമയത്താണ് അവർ വന്നത്. അങ്ങനെ നിരവധി കാര്യങ്ങൾ, റോഡുകൾ, എല്ലാ റോഡും റോമിലേക്കെന്ന് പറയുന്നത് പോലെ എല്ലാ ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിച്ചിരുന്ന ഒരു കാലം. അങ്ങനെ സാമൂഹ്യമായി, ശാസ്ത്രീയമായി, രാഷ്ട്രീയപരമായി ഒത്തിരി കാര്യങ്ങളൊക്കെ ഒരുക്കപ്പെട്ടിട്ടാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അതിന് കാലസമ്പൂർണത എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ സമയത്ത് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നതിന് ആ ദൈവത്തിൻ്റെ സമയം കർത്താവിൻ്റെ സമയത്ത് വന്നപ്പോൾ അതിന് കാലസമ്പൂർണത എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ജീവിതത്തിലും കർത്താവ് ചെയ്യാൻ ചില കാര്യങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഭാഷയിൽ അത് കാലസമ്പൂർണതയാണ്. നമ്മൾ വിചാരിക്കുന്ന വളരെ വൈകിപ്പോയി കർത്താവേ, ഇനി എന്നാ ദൈവം പ്രവർത്തിക്കുന്നത്? സ്തോത്രം. ഇനി എന്നാ ദൈവം വഴി തുറക്കുന്നത്? ഇനി എന്നാ ദൈവം സഹായിക്കുന്നത്?
ഹബക്കൂക്ക് പ്രവചനം 2:3 പറയുന്നത് എന്താണ്? ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും, നിശ്ചയം, താമസിക്കുകയുമില്ല. അത് വരും, വൈകിയാലും വരും എന്ന് പറഞ്ഞിട്ട് പറയുന്നു, താമസിക്കത്തില്ല. കോൺട്രഡിക്ഷനായിട്ട് നമുക്ക് തോന്നും. വൈകുന്നു എന്ന് തോന്നുന്ന ആർക്കാ? നമുക്ക് ഓരോരുത്തർക്കുമാണ്. കർത്താവ് പറയുന്നു, എൻ്റെ സമയമുണ്ടല്ലോ, ആ സമയത്തിനൊരു നിമിഷം അപ്പുറത്ത് പോകത്തില്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിലും വെളിപ്പെടുന്നതിന് ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയത്ത് ദൈവം അത് നിറവേറ്റുക തന്നെ ചെയ്യും. പല കാര്യങ്ങളെ സംബന്ധിച്ചും നമുക്കറിയില്ല. സ്തോത്രം. തൻ്റെ ഭക്തന്മാരെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ ദൈവത്തിന് ദൈവികമായ പദ്ധതികൾ വ്യക്തമായിട്ട് അവരുടെ മരണം പോലും ദൈവം എന്ത് ചെയ്യും? മുൻകൂട്ടി അറിയിക്കാറുണ്ട്. നമ്മളെങ്ങാണ് മുൻകൂട്ടി ദൈവം ഇത്രാം തീയതി നമ്മൾ മരിക്കുമെന്ന് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആകെ നമ്മൾ പ്രാർത്ഥപ്പെടും. സ്തോത്രം. ഉപവാസ പ്രാർത്ഥന നടത്തി കുറേയും കൂടെ നമ്മൾ ജീവിക്കാനുള്ള പരിശ്രമങ്ങൾ ചിലപ്പോൾ നടത്തും. സ്തോത്രം. പക്ഷേ പൗലോസ് പറയുന്നത് എന്താണെന്നറിയോ? എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിര്യാണം എന്നുള്ളതിന് ഡിപ്പാർച്ചർ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ പുറപ്പാടിൻ്റെ ദിവസം അടുത്തിരിക്കുന്നു. വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടുമാണ് പറയുന്നത്. സ്തോത്രം. മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമുള്ള വലിയ ധൈര്യമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന സമയത്തിന് ദൈവത്തിന് ഒരു പൂർണ്ണതയുണ്ട്. ആ പൂർണ്ണത നമ്മുടെ ജീവിതത്തിലും സമയസംബന്ധമായി കർത്താവ് ആഗ്രഹിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിതത്തിൽ അപൂർണമായ ഒരു സമയമല്ല. സ്തോത്രം. അകാലമായ ഒരു കാര്യമല്ല എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ സമയത്ത് എല്ലാം ദൈവം നന്നായി ചെയ്യും എന്നുറപ്പ് നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകട്ടെ. മറ്റൊന്ന്, നമ്മൾ നിറയപ്പെടേണ്ടത് ആത്മാവിലാണ്. എൻ്റെ വാക്കുകൾ ചുരുക്കുന്ന എഫെസ്യ ലേഖനം 5:18 നമ്മൾ വായിക്കുന്നത് ആത്മാവിൽ നിറഞ്ഞവരാവുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ നിറഞ്ഞവരാവുക. നമ്മൾ വിശ്വസിക്കേണ്ടത് ഈ ആത്മാവിൽ നമ്മൾ നിറയാൻ ഒക്കുന്നില്ല, പിന്നല്ലേ നമുക്കുള്ളതിനെ നിറയ്ക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നെ നിറയ്ക്കുന്ന ദൈവത്തിന് എൻ്റെ ഭവനത്തിനകത്ത് നിറയ്ക്കാൻ കഴിയും, എൻ്റെ വാഹനത്തെ ദൈവത്തിന് നിറയ്ക്കാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം അങ്ങനെ പറയുന്നില്ലേ? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ അതിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ഒരു ദൈവ പൈതൽ, ദൈവസാന്നിധ്യം എൻ്റെ അകത്ത് മാത്രമല്ല, ചർച്ചിനകത്ത് വരുമ്പം മാത്രമല്ല, എൻ്റെ വാഹനത്തിനകത്തും എൻ്റെ ജോലിസ്ഥലത്തും എൻ്റെ വീട്ടിനകത്തും ഞാൻ പോകുന്നിടത്തൊക്കെ ഈ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കത് അനുഭവിച്ചറിയാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീട്ടിനകത്ത് കാല് ചവിട്ടുന്നവൻ ദൈവസാന്നിധ്യം അനുഭവിക്കും. ഇത് നമ്മുടെ പ്രാർത്ഥനയായിരിക്കണം. നിരന്തരം അങ്ങനെ പ്രാർത്ഥിച്ച ഒരു ദൈവദാസനെക്കുറിച്ച്, അദ്ദേഹം ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഒരു ഭയങ്കര അഭിഷക്തനായ ഒരു ദൈവദാസൻ ഒരു വീട്ടിൽ വന്ന് പാർത്തു. ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ പാസ്റ്റർമാർക്ക് വേണ്ടിയുള്ളൊരു മുറി ഇങ്ങനെ വെച്ചിരിക്കുക. ആ ദൈവദാസൻ മണിക്കൂറുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, മണിക്കൂറുകൾ. അദ്ദേഹത്തെ ഒരുപാട് ആളുകൾ വിമർശിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ പേരും ഇതൊന്നും പറയുന്നില്ല. ഒരുപാട് പേര് വിമർശിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. സ്തോത്രം. പക്ഷേ എൻ്റെ അടുത്ത് ആ ദൈവദാസൻ പറഞ്ഞത്, ഈ പാസ്റ്റർ അവിടെ ഒന്ന് താമസിച്ചു, അദ്ദേഹം പോയി. ആ ദിവസം വേറൊരാൾ വന്നു. അദ്ദേഹം ഒരു ഉഴപ്പൻ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരാളാണ്. ആ റൂമിനകത്ത് കയറി. അദ്ദേഹം ആ റൂമിനകത്ത് കയറിയപ്പം ഒരു ഭയങ്കര ദൈവസാന്നിധ്യം, വേറെ ആരുമില്ല, ഒരു വലിയ ദൈവസാന്നിധ്യം അദ്ദേഹം അനുഭവിക്കുകയാണ്. ആ പോയ ദൈവദാസൻ പ്രാർത്ഥിച്ച പായിൽ ഇദ്ദേഹം മുട്ടുകുത്തി. അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു വലിയ ചേഞ്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഒരു ദൈവ പൈതൽ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നിടത്ത് അത് കഴിഞ്ഞു ഇനി പിന്നെ ആ ശക്തി വിട്ടുപോയി അവസാനിച്ചു എന്നുള്ളതല്ല. അവിടെ നിലനിൽക്കുന്ന, ഇറങ്ങി നിൽക്കുന്ന ദൈവസാന്നിധ്യം. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? എൻ്റെ ചർച്ചിനകത്ത്, എൻ്റെ ഭവനത്തിനകത്ത്, എൻ്റെ വാഹനത്തിനകത്ത് ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു നിറവ് എനിക്ക് അനുഭവിക്കണം. എൻ്റെ അകത്ത് ദൈവസാന്നിധ്യം അനുഭവിക്കണം.
ആത്മാവ് നിറഞ്ഞവരാകണം. നിറവായിരിക്കുന്ന യേശുവിൽ നിന്ന് ആ നിറവ് നമുക്ക് പ്രാപിക്കാനെന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങൾ നമുക്ക് ഏൽപ്പിക്കാം. എല്ലാവരും ഒരു നിമിഷം ദൈവസന്നിധി സമർപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവേ, എനിക്ക് ഇന്ന് പകൽ അവിടുത്തെ ആ ശക്തിയുടെ നിറവൊന്ന് പ്രാപിപ്പാൻ ദൈവകരങ്ങൾ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? എല്ലാ കണ്ണുകളും അടയട്ടെ. ഹൃദയമൊന്ന് ദൈവസ്നേഹകരമാക്കാം. നമ്മുടെ സഭയെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നിറയ്ക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് പകലത്ത് വെളിപ്പെടട്ടെ. കൃപമേൽ കൃപ ദൈവം പകരുന്ന കർത്താവാണ്. അവൻ്റെ സകല നിറവിനാലും നിറയ്ക്കുന്ന ദൈവം. ഈ ദൈവിക ജ്ഞാനം, ഹല്ലേലൂയ, ദൈവം നമ്മളെ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ശക്തി ദൈവം നമ്മുടെ മേൽ പകരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിറവിൽ നിന്ന് ദൈവത്തിൻ്റെ ആ സ്നേഹം നമ്മളിലേക്ക് നിറയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ വിശുദ്ധി നമ്മളിലേക്ക് പകരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ കൃപാവരങ്ങൾ നമ്മളിലേക്ക് ദൈവം പകരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പാഴും ശൂന്യവുമായ ഭൂമിയെക്കുറിച്ച് പറയുന്നു. പക്ഷെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ പാഴും ശൂന്യവുമായിരിക്കുന്ന ഭൂമിയെ നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ പിശാച് ശൂന്യമാക്കി പാഴാക്കി, ഹല്ലേലൂയ, അതേ സ്തോത്രം, അതേ ഹല്ലേലൂയ, ശൂന്യമാക്കിയിട്ടിരിക്കുന്ന മണ്ഡലമുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഞങ്ങൾ അറിയുന്ന കർത്താവ് സകല നിറവിനാലും നിറയ്ക്കുന്ന ദൈവമാണ്. എൻ്റെ ശൂന്യതകളെ ഒന്ന് മാറ്റാൻ, എൻ്റെ ആരോഗ്യത്തിൻ്റെ ശൂന്യതകൾ, എൻ്റെ സമ്പത്തിൻ്റെ ശൂന്യതകൾ, ഹല്ലേലൂയ, എൻ്റെ ബന്ധങ്ങളിലെ ശൂന്യതകൾ, എൻ്റെ കുടുംബജീവിതത്തിലെ ശൂന്യതകൾ, എൻ്റെ തലമുറകളുടെ ശൂന്യതകൾ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ശൂന്യതകൾ, ഹല്ലേലൂയ, എൻ്റെ ആരാധനയിലെ ശൂന്യതകൾ, എൻ്റെ വിശുദ്ധ ജീവിതത്തിൻ്റെ ശൂന്യതകൾ ഇന്ന് പകൽ ഇതെല്ലാം ഒന്ന് മാറി നിറയ്ക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ എൻ്റെ മേലൊന്ന് വെളിപ്പെടുത്തുന്നു. ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള ദൈവമക്കൾ അല്പസമയം ദൈവത്തെ ഏൽപ്പിക്കാം. ദൈവാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. ദുഷ്ടന്റെ പോരുകളെ, ദൈവ സാന്നിധ്യത്തെ കളയുന്ന ദുഷ്ടന്റെ സകല പദ്ധതികളും ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. നിറയ്ക്കുവാൻ ദൈവത്തിന്റെ കരം നീട്ടട്ടെ. ഓരോ വ്യക്തികളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം. Jesus, hallelujah. കേവലം ചില ആശയങ്ങൾ നമ്മുടെ ഹൃദയങ്ങൾ കേൾക്കുകയല്ല, നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ദൈവമേ, അങ്ങയുടെ ജനത്തെ നിറയ്ക്കണം, അങ്ങയുടെ സഭയെ നിറയ്ക്കണം. സകല നിറവിനാലും നിറയ്ക്കുന്ന കർത്താവിൻ്റെ നിറവ് ഞങ്ങളുടെ കുടുംബത്തിലും കുഞ്ഞുങ്ങളിലും ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകൾ ശൂന്യമായി കിടക്കുന്നു, ആ ശൂന്യതകളെ നോക്കി ദൈവത്തോട് പറയണം, ഇതിനെ നിറയ്ക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന്, ഇതിനെ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഇന്ന് നിന്റെ അവസ്ഥ എത്ര ശൂന്യമാണെങ്കിലും, നിന്റെ ആരോഗ്യം എത്ര ശൂന്യമാണെങ്കിലും, നിന്റെ സാമ്പത്തിക മേഖല എത്ര ശൂന്യമാണെങ്കിലും, നിന്റെ ആത്മീക തലങ്ങൾ ശൂന്യമാണെങ്കിലും, ഇന്ന് പകൽ ഇതിനെ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആ ശൂന്യതകൾ മാറട്ടെ.